സർക്കാരിന്റെ നേട്ടങ്ങൾ വിശദീകരിച്ചും ഭാവി പദ്ധതികളെക്കുറിച്ച് സൂചന നൽകിയുമായിരുന്നു രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ നയപ്രസംഗം. എല്ലാവർക്കുമൊപ്പം എല്ലാവർക്കും വികസനമെന്നതാണ് കേന്ദ്ര നയമെന്ന് വ്യക്തമാക്കിയ രാഷ്ട്രപതി പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനായി സർക്കാർ നിരവധി ധീരമായ തീരുമാനങ്ങളെടുത്തുവെന്ന് പറഞ്ഞു. ക്ഷേമ പദ്ധതികൾ ജീവിത നിലവാരത്തിൽ മാറ്റമുണ്ടാക്കി. അഴിമതിക്കും കള്ളപ്പണത്തിനുമെതിരായ നീക്കം പ്രശംസനീയം. കള്ളപ്പണവും കള്ളനോട്ടും ഭീകരവാദവും തുടച്ചു നീക്കാനുള്ള നയപരമായ തീരുമാനമായിരുന്നു നോട്ട് അസാധുവാക്കൽ. കറൻസി രഹിത സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള കുതിപ്പിലാണ് രാജ്യം. കള്ളപ്പണത്തിനെതിരായ പോരാട്ടത്തെ ജനങ്ങൾ പിന്തുണച്ചു. എല്ലാവർക്കും വീട്, ആരോഗ്യ സുരക്ഷ, ശുചിമുറി ഉറപ്പുവരുത്തും. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചാക്കാൻ ചർച്ച വേണം. തെരഞ്ഞെടുപ്പിലെ പണക്കൊഴുപ്പ് ഒഴിവാക്കാൻ സർക്കാർ ഫണ്ടിംഗ് ആലോചിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒരു റാങ്ക് ഒരു പെൻഷൻ പദ്ധതി നടപ്പാക്കാനായത് നേട്ടമായി. ഒരു ദേശം ഒരു നികുതി ഒരു വിപണി എന്ന ലക്ഷ്യം കൈവരിക്കാൻ ചരക്ക് സേവന നികുതി നടപ്പാക്കാനുള്ള നീക്കം ശ്രദ്ധേയം. ധാന്യ വിലക്കയറ്റമാണ് രാജ്യം നേരിടുന്ന പ്രധാന പ്രശ്നം. ബാങ്കിംഗ് ഇടപാടുകൾ സാധാരണക്കാരിലെത്തിക്കാൻ സാധിച്ചു. 26 ലക്ഷം ജൻധൻ അക്കൗണ്ടുകൾ തുടങ്ങി. LPG സബ്സിഡി വേണ്ടെന്ന് വെച്ച 2.1 കോടി ജനങ്ങൾ സാധാരണക്കാരെ സഹായിക്കുകയാണ് ചെയ്തത്. രാജ്യത്തെ വനിതകൾ സമസ്ത മേഖലയിലും മുന്നേറുന്നു. കർഷകരുടെയും ഉപഭോക്താക്കളുടെയും താൽപര്യം സംരക്ഷിക്കും. യുവാക്കളുടെ നൈപുണ്യ വികസനത്തിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും പരിഗണന നൽകുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ നിന്നുള്ള സംരംഭകർക്കായി വിപുലമായ പരിപാടികൾ ആവിഷ്കരിക്കും. സംവാദം, സമന്വയം, സംവേദനത്വം എന്നിവയായിരിക്കും സർക്കാരിനെ നയിക്കുകയെന്നും രാഷ്ട്രപതി പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.